ഹായ് ഹലോ കൂട്ടുകാരെ. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? പൊന്മുടിയിലേക്കാണ് പോകുന്നത്. അപ്പം പൊന്മുടിയിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം വളരെയധികം എന്താ പറയുക, അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഇങ്ങനെ വളവും തിരിവും ഒക്കെയുള്ള റോഡിലൂടെ എന്താ അതിന് പറയുക, ഹൈ റേഞ്ചിലൂടെ ഉള്ളൊരു യാത്രയായിരുന്നു. വളരെയധികം എന്താ പറയുക, മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. വളരെയധികം എന്താ പറയുക, മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ് പൊന്മുടി. എല്ലാവർക്കും അറിയായിരിക്കും പൊന്മുടി. മിക്കവാറും എല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലേ, പോയിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ഒരു ഹൈ റേഞ്ച് യാത്രയാണ്. അങ്ങനെ അവിടെ എത്തിയ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്ന. അത്രയും മനോഹരമായിട്ടുള്ള എന്താ പറയുക, നല്ല കാറ്റും. പക്ഷേ ഈ ടൈമിൽ നമ്മൾ പോയ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടൽമഞ്ഞ് ആ ടൈമില്ലായിരുന്നു. മൂടൽമഞ്ഞ് ടൈമല്ലായിരുന്നു. ഒരു ടൈമിലാണ് പോയത്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താ പറയുക, അത്രയും അറ്റ്മോസ്ഫിയർ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്കൊത്തിരി ഇഷ്ടപ്പെടും. നമ്മുടെ ഇത്രയും അടുത്താണല്ലോ, പൊന്മുടിയൊക്കെ ഇത്രയും അടുത്താണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പൊന്മുടി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് ട്രിപ്പ് പോകാനായിട്ട് സാധിച്ചത്. മുമ്പ് പോയതെന്ന് വെച്ചാൽ ലോങ് ട്രിപ്പ് പോയത് ഡൽഹിയിൽ വൃന്ദാവനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്മുടി പോകാനും സാധിച്ചു. അപ്പം അങ്ങനെ എന്താ പറയുക, അത്രയും ഹാപ്പിയായി. നല്ലൊരു ദിവസമായിരുന്നു. എന്താ പറയുക, ഇനി പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം. നല്ല ഒരു എന്താ പറയുക, മൂടൽമഞ്ഞ്. നമുക്ക് ആ ഒരു ടൈമിൽ മൂടൽമഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ടൈമിൽ മൂടൽമഞ്ഞൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെ ടൈമിലായിരുന്നു നമ്മളവിടെ എത്തിയത്. അപ്പോൾ എന്താ പറയുക, മൂടൽമഞ്ഞ് ആ ഒരു ഇതില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും പോകാൻ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. നല്ലൊരു എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൈ റേഞ്ചാണ്. അതുപോലെ തന്നെ നല്ലൊരു താഴ്വാരം പോലെയൊക്കെ, നമുക്ക് നല്ല തണുത്ത കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ അടച്ചൊക്കെ ഇട്ടൊക്കെയാണ് ആ ഒരു ടൈമിൽ, തുറക്കില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ടൈമൊക്കെ ആവുന്ന ടൈമായപ്പോഴത്തേക്ക് മഴയൊക്കെ ഇങ്ങനെ മഴ പെയ്യും എന്നുള്ളൊരു ടൈമിൽ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത്. അപ്പം വളരെയധികം എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്താ പറയുക, നമുക്ക് അത്രയും ഒത്തിരി ഇഷ്ടമായി. ഫ്രണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പിന്നെ അവളുടെ കസിനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പോയത്. 3 പേരായിട്ടാണ് പോയത്. തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതാണ്. അപ്പം പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനൊരു യാത്ര എനിക്ക് പോകാനായിട്ട് സാധിച്ച എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ താങ്ക്സ് പറയണം. എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. അപ്പോൾ അവളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് പൊന്മുടി പോകാൻ വേണ്ടി, കാണാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത്. ഒത്തിരി താങ്ക്സ് പറയണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മനോഹരിതമായിട്ടുള്ള പ്ലേസ് കാണുന്നത്. മൂന്നാറിൽ പോയിട്ടുണ്ട്. അത് നമ്മൾ ടൂറ് പോയ ആ ടൈമിൽ അങ്ങനെ പോയിട്ടുള്ള, അല്ലാതെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകാനായിട്ട് കഴിഞ്ഞത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും പൊന്മുടി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ടൈമിൽ പക്ഷേ മൂടൽമഞ്ഞില്ല എന്നുള്ളതൊരു വിഷമം ഉണ്ടായിരുന്നു.
മൂടൽമഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഫീൽ നമുക്ക് കിട്ടുമായിരുന്നു. കറക്റ്റ് ആ ഒരു മൂടൽമഞ്ഞിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ മൂടൽമഞ്ഞ് ഇല്ലായിരുന്നു ആ ടൈമിൽ. കാരണം അതൊരു എന്താ പറയുക ഉച്ച ടൈമായിരുന്നു, ഉച്ച സമയമായിരുന്നു അവിടെ എത്തിയത്. അപ്പോൾ ചെറിയ വെയിലും നല്ല തണുപ്പും, എന്നാൽ തണുപ്പുണ്ടായിരുന്നു, ചെറിയ വെയിലുണ്ടായിരുന്നു, പിന്നെ തണുപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെയൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലാൻ അത്രയും എന്താ പറയുക ഇങ്ങനെ കുത്തനെ കിടക്കുന്ന മലകൾ അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിൽ ഇറങ്ങി പോരുതെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അത് മുകളിലാണ്. മുകളിൽ നമ്മൾ പോയിട്ട് ആ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാറക്കെട്ടുകളുടെ ഏറ്റവും താഴത്തേക്ക് പോയിക്കൂടാന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ പോയി നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോയായിരുന്നു. മുകളിൽ പോയി നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് അവളാണ് എനിക്ക് റീലൊക്കെ എടുത്ത് തന്നത്. അത്രയും എന്താ പറയുക നമുക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം ഇങ്ങനൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ ഹസ്ബൻഡും മോനും ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇനി ഒരു പോകുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. മോനെ കാണിക്കണം, അതൊക്കെ മോനും കാണിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. നല്ല പ്ലേസാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസാണ്. വനമാണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹിൽ സ്റ്റേഷൻസ് മീൻസ് ഈ പറയുന്ന പോലെയുള്ള മലകൾ, മലനിരകൾ, താഴ്വാരം, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് അതുപോലെ താഴ്വാരം അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു പാട്ടൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അത്രയും എന്താ പറയുക നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും കപ്പിൾസാണ് വരുന്നത്. കപ്പിൾസും അതുപോലെ ഞങ്ങളവിടെ ചെന്ന ടൈമിൽ കൂടുതലും യുവമിഥുനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. അവരൊക്കെ ഒരു ടൈമിൽ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം ഇത്രയും എന്താ പറയുക അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അവിടെ ഇരിക്കാനായാലും കാറ്റ് കൊള്ളാനായാലും ആ ഒരു ഫീല് നമുക്ക് അത്രയും ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് 2-3 പാട്ടുകളൊക്കെ ഓർമ്മ വന്നു. ഒരു പാട്ടെന്ന് വെച്ചാൽ ജയറാം സാർ, പിന്നെ നടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അഭിനയിച്ചൊരു ഫിലിമിലെ പാട്ട് കോടമഞ്ഞിൻ താഴ്വരയിൽ രാത്രി മുല്ല പൂക്കുമ്പോൾ നാനന്ന പൊന്നണിഞ്ഞ് പൊട്ട് തൊട്ട് രാത്രി മല്ലി പൂക്കുമ്പോൾ നാനന്ന പ്രണയനില കിളിവാതിൽ പ്രണയനില കിളിവാതിൽ പാതി തുറന്നതാരാണ്, ഒരു ദൂരിഷ്ടം കാതിൽ ചെന്നതാരാണ്, കോടമഞ്ഞിൽ താഴ്വരയിൽ രാത്രി മല്ലി പൂക്കുമ്പോൾ നാനന്ന പൊന്നണിഞ്ഞ് പൊട്ട് തൊട്ട് രാത്രി മല്ലി പൂക്കുമ്പോൾ നാനന്ന. ഈ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഏതായിരുന്നു, താഴ്വാരം മുൻപൂവേ നാനാന ആ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം വേറൊരു പാട്ട് ഓർമ്മ വന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു പാട്ട് ഞാൻ ആ ടൈമിൽ പാടുകയും ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അത്ര ഒരു ഒരു പാട്ട് പാടി. കുറേ പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നു. പക്ഷെ പാട്ടൊന്നും റെക്കോർഡ് ചെയ്തില്ല കേട്ടോ, റീല് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, ചുറ്റും മരങ്ങളും എന്ത് ഭംഗിയല്ലേ. എന്തായിരുന്നു ആ പാട്ട്, വേറൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, ആ പാട്ട് ഞാൻ ഓർക്കുന്നില്ല. കോടമഞ്ഞൻ പാടി, ഇത് പാടി, താഴ്വാരം, അതെനിക്ക് ഫുള്ള് ലിറിക്സ് അറിയില്ലായിരുന്നു. അതിന് ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂളിയതേ ഉള്ളൂ. പിന്നെ ഏതോ പാട്ടൊക്കെ പാടി ഞാൻ,
കുറേ പാട്ടുകളൊക്കെ പാടിയായിരുന്നു കേട്ടോ. കണ്ടോ, ഇതുണ്ടോ കോടമഞ്ഞ് പോലെ, കണ്ടോ നിങ്ങൾ ആ ആകാശത്ത്? എന്താ പറയുക, അത്രയും ഒരു മഞ്ഞ് കണ്ടോ, ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ സ്വർഗത്തിലോ തോന്നിപ്പോവും. അതുപോലെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്നിട്ട് എടുത്തപ്പോഴേ ആ ഒരു ടൈമിലാണ് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. അത് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചാൽ മാത്രമല്ല കേട്ടോ, നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ നേരിട്ട് പോയി കണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫീല് നമുക്ക് അനുഭവിക്കും. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, ഇതാണ് ഡാൻസ് കളിച്ച ഡാൻസ്. എന്തൊക്കെയോ കളിച്ചു, പാട്ടൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ സ്റ്റെപ്സ് ഇട്ടു. ഇനി പാട്ട് കേട്ടിട്ട് റീലാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ പിന്നെ എവിടെ പോയാലും ഷോളൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കൊരു ചമ്മലാണ് പണ്ട് തൊട്ടേ. ഈ അമ്മമ്മ അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ ഷോളിട്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് ഈ ഷോൾ ഒഴിവാക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പണ്ട് തൊട്ടേ ഞാൻ ശീലിച്ച കാര്യമായിപ്പോയി കേട്ടോ. പിന്നെ ജീൻസ് ടോപ്പൊക്കെ ഈ ബനിയനൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ ഓവർ കോട്ട് ധരിക്കാറുണ്ട്. എങ്കിലും ഷാള് ധരിക്കാതെ ഇരിക്കണം. പക്ഷേ എനിക്കെന്തോ ഷെയിം പോലെയാണ് കേട്ടോ. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അങ്ങനൊന്നും ഇല്ല. ഇപ്പോഴുള്ള പെൺകുട്ടികളൊന്നും ഷാൾ ധരിക്കാറില്ല. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ ശീലിച്ച